ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിട്ടുള്ളത് റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാൻ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയല്ലോ. അപ്പം കുറേ ഉണ്ട്, ഒരു മരമേ ഉള്ളൂ, ആ മരത്തിൽ നിറയെ ഉണ്ട് റംബൂട്ടാൻ. ഞാനും ലച്ചും കൂടി ഒക്കെ വെറുതെ ഇറങ്ങിയപ്പോൾ ഒച്ചുണ്ടാക്കല്ലേ, ഞാനും ലച്ചും കൂടി വെറുതെ അങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞതാണ് ഇപ്പോൾ, ബട്ട് വലുതായാൽ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മഞ്ഞ റംബൂട്ടാനാണിത്. അല്ലേ, അവിടെ ഇവിടെ ആയിട്ട് കുറേ ഉണ്ട്. മേലെ ഉണ്ട്, ബട്ട് വെയിലാണ്. പിന്നെ ഉള്ളത് വാഴ ഉണ്ട്. വാഴയിൽ ഒരു ഇതൊക്കെ തൂങ്ങി കിടക്കാനില്ലേ, വാഴക്കുല, അതുണ്ട്. പിന്നെ അത് ചെറുതായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളതാണ് വേപ്പിൻ്റെ ഇല. നമ്മൾക്ക് എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ഇതാക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് വേപ്പിൻ്റെ ഇല. അപ്പോൾ ആ വേപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ അവിടെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് സുഖമല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് പോയി പൊട്ടിക്കാനും നല്ല ഫ്രഷ് ആയിട്ട് അതിന് പൊട്ടിക്കുക കറിയിലിടുക, അങ്ങനെ നല്ല സുഖമല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഉള്ളത് ചീനമുളക് നല്ലൊരു സംഭവമാണ്. നമുക്ക് ഉപ്പിലിട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ചമ്മന്തിയൊക്കെ അരക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ടാലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറേ അറുത്തിട്ടുണ്ട് അമ്മ, എന്നാലും ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇതിലുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഉള്ളത് മാങ്കോസ്റ്റി ഉണ്ട്. മാങ്കോസ്റ്റി ഞാൻ കാണിച്ചു തരാം. ഇതാ മാങ്കോസ്റ്റി ഉണ്ട്. ഇതിന്മേൽ കായ ഉണ്ടായിരുന്നു, പക്ഷെ അത് കരിഞ്ഞു അങ്ങനെ ചാടിപ്പോയിട്ടോ. അപ്പോൾ പിന്നെ അതാണ് ഞാൻ പറഞ്ഞ ബദാമോ പിസ്ത അങ്ങനെ എന്തിൻ്റെ ഒരു മരമാണത്, കറിയിൽ കറക്റ്റ്. പക്ഷെ അതിന്മേൽ കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട്ടം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ഇതാണ്. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിലാകെ മെയിനായിട്ടുള്ള കുറച്ച് കാണിച്ചെന്നുള്ളൂ. പിന്നെ പപ്പായയുടേതുണ്ട്, ഓർക്കാപ്പുളിയുടേതുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടായാൽ നമുക്ക് നല്ല ഉപകാരമാണല്ലോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ അങ്ങനെ ഇതിൽ.